സംഗീത സ്ട്രീമേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നൊരു ഈവനിങ് സ്നാക്സിനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഒരു എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള സിമ്പിളായിട്ട്. അതിൽ സോസോ അതുപോലെ തന്നെ മയോണൈസോ ഒന്നും ഞാൻ ചേർക്കണില്ല, കാരണം അതൊന്നും ഇപ്പം എൻ്റെ കയ്യിൽ നിലവിലില്ല. അപ്പോൾ സിമ്പിളായിട്ട് അവരൊന്ന് പറ്റിക്കാം, സാൻഡ്വിച്ചാന്ന് പറഞ്ഞിട്ട് പറ്റിക്കാം എന്നുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴുകി ഇപ്പോൾ ഈ പാത്രത്തിലേക്ക് ഞാൻ ചുവന്നുള്ളി അരിഞ്ഞിരുന്നത്, അതിൽ ഞാൻ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല, അത് എടുത്തു എന്നുള്ള ഓർമ്മയിൽ വിട്ടുപോയി. പിന്നെ ഇത് എഡിറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്താണ് അത് മനസ്സിലാക്കിയത് ഞാൻ. അതുപോലെ തന്നെ ബ്രെഡിൻ്റെ ഇതും വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയിട്ടോ, അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ബ്രെഡിൽ ഞാൻ വേറെ ഒന്നും ഇങ്ങനെ എണ്ണയോ ഒന്നും തേച്ചിട്ടില്ല, വെറുതെ ഒന്ന് അത് മൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് ഞാൻ നമ്മുടെ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്യാണ്. ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണില്ല, ഈ മുട്ട പൊരിക്കാൻ ഞാൻ ഈ ബട്ടറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മുടെ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതിപ്പോൾ വൈകുന്നേരം ആയ കാരണം അമ്പാടി അഞ്ചിന് നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ അലക്ക് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇവർക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ കുറച്ച് നേരം അവർ മിണ്ടാണ്ടിരുന്ന് TV കണ്ട് അങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ. അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഇത് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പിന്നെ വേറെ ഇതൊന്നും ഞാൻ ഈ മുട്ടയിലേക്ക് വേറെ പച്ചമുളകോ കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഉണ്ണി ചെറിയ ആളും കൂടി കഴിക്കണം കാരണം. അപ്പോൾ വെറുതെ ഇത്തിരി ഉപ്പും ഉള്ളി ഇട്ടിട്ട് വെറുതെ മുട്ട ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ മുട്ട ഒന്ന് ശരിക്കും സെറ്റായിട്ടും കൂടിയില്ല, അപ്പോഴേക്കും ഞാനത് മറിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ അലക്ക് പരിപാടി കഴിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനത് ഇരുട്ടാവും തോറും വെള്ളത്തിന് വീണ്ടും തണവ് കൂടുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുട്ടയുടെ മണമൊക്കെ എന്തായപ്പോൾ അതെ നമ്മുടെ അമ്പാടി ഓടി ഒക്കത്ത് കയറിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ശരിയാവണില്ലല്ലോ അമ്പാടി, മുട്ട മറിച്ചിടാൻ പറ്റണില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അവൻ്റെ അടുത്ത്. അതിൻ്റെ ഇടയിൽ അമ്പാടി ഫോൺ കണ്ടപ്പോൾ ഫോണിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ വായോണ്ടുള്ള ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാനപ്പോൾ അമ്പാടിയോട് പറഞ്ഞു, പോയി അവിടെ കസാരയിലിരുന്നോ, അമ്മ ഇപ്പോൾ പാപ്പ കൊണ്ട് തരാട്ടാന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ പറഞ്ഞു വിട്ടു കേട്ടോ. ദേവാനന്ദ് പിന്നെ TV ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. സ്കൂൾ വിട്ട് വന്ന കുറച്ച് നേരം കുറച്ച് നേരം നല്ല പല ആൾ TV ഒക്കെ കാണും കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഈ മുട്ട ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ 2 ബ്രെഡിൻ്റെ ഇടയിൽ ഒരു മുട്ട അങ്ങനെ വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സാൻഡ്വിച്ച് എന്ന് പറയുകയും ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിലും ഇതുപോലെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിങ്ങനെ ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ സാൻഡ്വിച്ചിൻ്റെ ഒരു ലുക്ക് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഒരുമിച്ചിട്ട് എല്ലാം കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് അവിടെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വെച്ചിട്ട്. പക്ഷേ നമ്മുടെ അമ്പാടിക്ക് അതിനുള്ള ക്ഷമയില്ല. അവൻ ഓടി വന്നിട്ട് എത്തിച്ച് നോക്കുകയാണ് ഞാൻ പ്ലേറ്റ് എടുക്കാൻ പോയ നേരം കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്പാടി ഇത് തിന്നോട്ടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ വേഗം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ആളിനെ പറഞ്ഞില്ല, ആൾ ഞങ്ങളുടെ വീട്ടിലത്തെ ഗണപതിയാണ്, എന്ത് സാധനം ആദ്യം അവന് കൊടുക്കണം. അങ്ങനെ ഞാൻ ഉണ്ണിക്കുട്ടനും കൊടുത്തു കേട്ടോ. അതേ അമ്പാടി ബ്രെഡ് ഇങ്ങനെ ഭംഗിയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഇങ്ങനെ പറയുന്നുണ്ട് സൂപ്പറാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഉണ്ണിക്കുട്ടനെ അപ്പുറത്തിരുന്നിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.